പാലക്കാട് മണ്ഡലത്തിൽ എൽഡിഎഫിന്റെ വിജയം എന്നുള്ളത് സരിൻ ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് ആത്മവിശ്വാസമില്ല. ചേലക്കരയിൽ UDF-ന്റെ മാക്സിമം ഹോപ്പ് എന്ന് പറയുന്നത് 3000 ആണ്. അതെ, അതിനപ്പുറം അവർ പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഒരു എക്സാക്ട് ഫിഗർ മാക്സിമം 3000. 96 മുതൽ ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം ഇടതോരം ചേർന്നിരിക്കുന്നു എന്നാണ്. കട്ടിയായിട്ട് ഇടതുറച്ചുപോയ മണ്ണാണ്. ആകെ ഒന്ന് ഇളക്കാൻ ശ്രമിച്ചത് നമ്മുടെ രമ്യ ഹരിദാസിന് മാത്രമാണ്. PK ബിജുവിനോടുള്ള ആന്റി ഇൻകുംബൻസി ആയിരുന്നു. പക്ഷേ PK ബിജുവിനോടുള്ള ആന്റി ഇൻകുംബൻസി പിന്നീട് രമ്യ ഹരിദാസിന് ആന്റി ഇൻകുംബൻസി ആയി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ രാധാകൃഷ്ണന് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാനുള്ള കളമൊരുങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ തവണ പോലും 5400-ലധികം വോട്ടിന് രമ്യ ഹരിദാസ് പിന്നിലായ ചേലക്കര മണ്ഡലത്തിൽ ഇത്തവണ 6 മാസത്തിനുള്ളിൽ രമ്യ ഹരിദാസ് അനുകൂലമായിട്ട് ഒരു ഘടകവും വന്നിട്ടില്ല. അതേ സർക്കാർ കേരളം ഭരിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ നമ്മൾ ഒരാൾ മത്സരിക്കുന്നയാള് ആദ്യത്തെ മത്സരത്തിൽ തോറ്റു പോകുന്നു, പിന്നീട് അവർ അതേ മണ്ഡലത്തിൽ തന്നെ പെടുന്ന അതേ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പെടുന്ന ഒരു നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് വീണ്ടും മത്സരിക്കുമ്പോൾ ഒരു സഹതാപ തരംഗം ഉണ്ടാവില്ലേ? ആ സഹതാപ തരംഗം പക്ഷേ ചേലക്കരക്കാർക്ക് ഇല്ല. ആ സഹതാപം അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് UR പ്രദീപിന്റെ സൗമ്യ കാരണവശാലും ജയിക്കാൻ സമ്മതിക്കില്ല. വലിയ പാടായി. ചേലക്കരയിൽ നിന്ന് നമ്മൾ ബേസിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് എന്നുള്ളത് ഒരു സംശയമില്ല, കമൻഡബിൾ വർക്കായിരുന്നു. അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ചേലക്കര മണ്ഡലത്തിൽ അവർ കാഴ്ചവെച്ചത്. KSU മുതൽ അങ്ങ് ACC വരെ കൃത്യമായിട്ട് ചേലക്കര മണ്ഡലത്തിൽ ഫോക്കസ് ആയിരുന്നു. പക്ഷേ മണപ്പുള്ളിക്കാവിലെ ഭഗവതി എടുത്ത് മണപ്പുള്ളിക്കാവിലെ ഭഗവതി ആരെ അനുഗ്രഹിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഡോക്ടർ പി സരിനാണ് എത്തിയിരിക്കുന്നത്. ഡോക്ടർ പി സരിൻ മണപ്പുള്ളിക്കാവിലെത്തി ഭഗവതിയെ ദർശിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. മനോഹരമായ ക്ഷേത്രമാണ് കേട്ടോ മണപ്പുള്ളിക്കാവും. പാലക്കാട്ടെ എല്ലാ ക്ഷേത്രത്തിലും പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഡോക്ടർ അരുൺ പക്ഷേ എല്ലാ ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. മണപ്പുള്ളിക്കാവ് പോയിട്ടുണ്ട്. എനിക്കൊന്ന് അയ്യാപുരത്ത് ഒരു ചെറിയ അയ്യപ്പന്റെ അമ്പലമുണ്ട്. ആ ക്ഷേത്രത്തിലടക്കം ഞാൻ പോയിട്ടുണ്ട്. കൃഷ്ണകുമാറുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു കാലത്ത് അയൽപക്കം പങ്കിട്ടിരുന്നു. ആ സമയത്ത് അതുകൊണ്ടാണോ അരുൺജി എന്ന് വിളിക്കുന്നത്? അതെ അതെ, ഞാൻ അരുൺജി എന്ന് വിളിക്കുന്നതിനകത്ത് എന്തൊക്കെയോ ചില സൂചനകളുണ്ട്. പക്ഷേ ആ സൂചനകൾ ഞാൻ എടുക്കുന്നില്ല. പക്ഷേ സ്നേഹം CK ഉണ്ട്. ഈ 3 സ്ഥാനാർത്ഥികളിലും വ്യക്തിപരമായ പരിചയം അടുപ്പുള്ളത് എനിക്ക് CK യുമായിട്ടാണ്. തീർച്ചയായിട്ടും സരിനുമായിട്ടും രാഹുലുമായിട്ടും സൗഹൃദമുണ്ടെങ്കിലും പക്ഷേ CK യുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടല്ലോ ആ അർത്ഥത്തിൽ. പക്ഷേ അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ വിസ്മരിക്കും, നമ്മൾ നമ്മുടെ പണിയെടുക്കും. അപ്പോൾ CK-ക്ക് ഇത്തവണ വിജയിച്ച് കയറാൻ ആവശ്യമായ ഒരുപാട് സാധ്യതകൾ അവിടെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞ വിഭാഗീയ പ്രശ്നങ്ങളൊന്നും അവസാന നിമിഷം അലട്ടിയിട്ടില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ ഇന്നലെ ജ്യോതികുമാർ അവസ്ഥ എന്താകുമെന്നുള്ളതാണ്. അതെ, സന്ദീപിന്റെ കാര്യം. ജ്യോതികുമാർ ചാമക്കാല ഇന്നലെ എന്നെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. അരുണെ, നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചില ബൂത്തുകളിൽ 52 ഒരു ബൂത്തിൽ മാത്രം 52 BJP-ക്കാർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല കേട്ടോ, അത് ഓർമ്മിച്ചോണം എന്ന്. അത് സന്ദീപ് പറയുന്ന കണക്കാണ്. കൽപ്പാത്തി വാർഡുകളിൽ പെടുന്ന ഒരു ബൂത്തിൽ 82 BJP-ക്കാർ വോട്ട് ചെയ്തില്ല എന്നതാണ് സന്ദീപ് കൊടുത്തിരിക്കുന്ന, കോൺഗ്രസിന് കൊടുത്തിരിക്കുന്ന കണക്ക്. അത് ബേസ് ചെയ്താണ് ജ്യോതികുമാർ പറയുന്നത്. അപ്പം എന്തായാലും ആ കണക്കുകൾ പക്ഷേ എനിക്ക് തോന്നുന്നു അവസാനം ഗ്രൗണ്ട് റിയാലിറ്റിയിൽ CK-ക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഗുണകരമാകും. അതേസമയം പിരായിരിയിൽ ഇത്തവണ കഴിഞ്ഞ ഭൂരിപക്ഷത്തിന്റെ പിരി ഇളക്കുമോ UDF-ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാത്തിരുന്ന് കാണാം. ഇനി എന്തിനാണ് 10,000 വോട്ട് ആരുടെ ആയിരിക്കുമോ എന്തോ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതെ, ആ ചോദ്യത്തിലേക്ക് നമ്മൾ വരാം. ആ 10,000 വോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ പോൾ ചെയ്തതിനേക്കാൾ 2,000 വോട്ടേ കുറവുള്ളൂ. പക്ഷേ റോഷിപാൽ അവിടെ ഇലക്ഷൻ ഏജന്റുമാരൊക്കെ എത്തിക്കഴിഞ്ഞു. കൗണ്ടിംഗ് സ്റ്റേഷൻ ഓപ്പൺ ചെയ്യാനുള്ള സമയമായി വരുന്നു. റോഷിലാണോ? അല്ല, ഇല്ല, അത് കയറിയിട്ടില്ല. റോഷി സ്ട്രോങ് റൂമിന് ഉള്ളിൽ കയറരുത്, പുറത്ത് നിന്നിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി. റോഷി നമുക്കൊപ്പമുണ്ട്. സ്ട്രോങ് റൂമിന് തൊട്ട് മുന്നിൽ റോഷിയും സംഘവും ഉണ്ട്. റോഷി, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മുടെ സ്ട്രോങ് റൂമിലേക്ക് ഉദ്യോഗസ്ഥരൊക്കെ എത്തിത്തുടങ്ങാറായോ? 7 മണിയോട് കൂടി സ്ട്രോങ് റൂമിലേക്ക് ഉദ്യോഗസ്ഥരെത്തുമോ അതോ 7:30 കഴിയുമോ? അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ, വളരെ നേരത്തെ, ഏതാണ്ട് 6 മണിയോടെ തന്നെ വിക്ടോറിയ കോളേജിലെ കൗണ്ടിംഗ് സ്റ്റേഷനകത്തേക്ക് പോയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കൗണ്ടിംഗ് ഏജന്റുമാർ, വിവിധ സ്ഥാനാർത്ഥികളുടെ കൗണ്ടിംഗ് ഏജന്റുമാരും പതുക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 8 മണിക്ക് മുമ്പായി തന്നെ കൗണ്ടിംഗ് ഈ സ്ട്രോങ് റൂം, ഈ മെഷീൻ ഉൾപ്പെടെ സൂക്ഷിച്ച, വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച ഈ സ്ട്രോങ് റൂം തുറക്കും. ഈ കൗണ്ടിംഗ് ഏജന്റുമാർ, ചീഫ് ഇലക്ഷൻ ഏജന്റ് ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്യും. എല്ലാവരും ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും പുറത്തൊക്കെ കൗണ്ടിംഗ് ഏജന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളുടെ കൗണ്ടിംഗ് ഏജന്റുമാരൊക്കെ ഉണ്ട്. എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാണെന്ന് തന്നെ പറയാം പാലക്കാട്. ഇവിടെ ആഘോഷങ്ങൾ ഈ തവണ വിക്ടോറിയ കോളേജിന് കൗണ്ടിംഗ് സ്റ്റേഷന് തൊട്ട് മുന്നിലല്ല, തൊട്ടപ്പുറത്ത് ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്താണ് ആഘോഷങ്ങൾ. ഈ പണ്ഡിറ്റ് മെമ്മോറിയൽ സ്കൂളിന് നേരെ മുന്നിൽ, അതിൻ്റെ ഗേറ്റിന് മുന്നിൽ ആഘോഷങ്ങൾ മാറ്റി. കാരണം ഈ പരിസരത്ത് സംഘർഷങ്ങൾ ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് പോലീസ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ 100 മീറ്റർ അപ്പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ 3 ഭാഗത്തു നിന്നുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ അത് തടഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ട്
ഈ വോട്ടെടുപ്പിന് റോഷി ഇവിടെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഉണ്ടല്ലോ, റോഷി ഇവിടെ പെട്ടിപിടിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ അവരുടെ ഒരു കൗണ്ടിങ്, അതായത് അവരുടേതായ ഒരു പ്രഡിക്ഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രഡിക്ഷൻ നമുക്ക് ഒരു അവസരം കൊടുക്കാം അല്ലെ? തീർച്ചയായിട്ടും നമ്മുടെ റിപ്പോർട്ടേഴ്സ് പറയുന്നതിനൊപ്പം തന്നെ പ്രേക്ഷകരുടെ ഒരു ആത്മവിശ്വാസം ടൂ മച്ച് പറയരുത്. അതെ അതെ, ഒരു മയത്തിലൊക്കെ തള്ളിയോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കാൽക്കുലേഷൻസും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. എത്ര വോട്ടിന് ആര് ലീഡ് ചെയ്യും എന്ന് ആരൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം. ഗ്രോവൽ വിത്ത് ദിയം ആദ്യത്തെ സന്ദേശം ഇട്ടിട്ടുണ്ട്. രാഹുൽ 6459, 6459. അതായത് കോൺഗ്രസിന്റെ കണക്കൂട്ടലിനോട് ചേർന്നുള്ള 6500 ആക്കിയിട്ടില്ല, 6459. അതെ, അത് ആ 83ാമത്തെ നമ്പർ ബൂത്ത് കൂടി അദ്ദേഹം കണക്കിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 78-ൽ എന്ത് സംഭവിക്കും? അതാണ് ഒരു ചോദ്യം. അപ്പോൾ 6400 എന്ന് പറഞ്ഞാൽ 7000-ൽ താഴെ. അതെ, ഏകദേശം കോൺഗ്രസിന്റെ ഒരു ടാലിക്ക് അടുത്തെത്തി. വേറെ സ്റ്റാർ സുരേഷ് ഡോക്ടർ അരുണിന് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. തോൽവിയുടെ അവസാന നിമിഷം വരെ വിജയപ്രതീക്ഷ കൈവിടാതെ ആത്മവിശ്വാസം നല്ലതാണ് എല്ലാവർക്കും. ബട്ട് ട്വിസ്റ്റ് ആൻഡ് സർപ്രൈസ് നിറഞ്ഞ പാലക്കാട്ട് 184 ബൂത്ത് വരെ സസ്പെൻസ് ത്രില്ലർ ഉണ്ട്. സൂപ്പർ സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും. സ്റ്റാർ സുരേഷ്